ഓക്കെ, ഇനി നമുക്ക് ചില സെർട്ടിൻ പർട്ടിക്കുലർ വേവ് ഫോംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ RMS ആവറേജ് വാല്യൂവിൻ്റെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹാഫ് വേവ് റെക്ടിഫൈഡ് വേവ് ഫോം. ഹാഫ് വേവ് റെക്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ വേവ് ഫോമിനകത്ത് 0 to π വരെ നമ്മൾ നോക്കി, 0 to π. ഓക്കെ, ദെൻ π to 2π ആയിരുന്നു രണ്ടാമത്തെ ഹാഫ്. അത് കഴിഞ്ഞാൽ 2π മുതൽ 3π വരെ പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഹാഫ് വേവ് റെക്ടിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ്, ഒരു ഹാഫ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉണ്ടാവുള്ളൂ. ദെൻ നെഗറ്റീവ് ഹാഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ whose one half cycle has been completely suppressed. ഓക്കെ, അതായത് ഒരു സൈക്കിളിൻ്റെ, ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് നോക്കുക. നമുക്ക് എന്താണ് വോൾട്ടേജോ കറണ്ടോ എന്താണെങ്കിലും ആവട്ടെ, കറണ്ട് നോക്കുകയാണെങ്കിൽ 0 to π വരെ നമുക്ക് എന്തുണ്ട്, കറണ്ട് ഫ്ലോ ഉണ്ട്. ഇത് എത്രയും ഭാഗം നമുക്കുണ്ട്. ദെൻ π മുതൽ 2π വരെ എന്താണ്, 0 ആണ് ആ കറണ്ടിൻ്റെ വാല്യൂ. എഗെയിൻ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ RMS വാല്യൂ നമുക്ക് ആദ്യം എങ്ങനെയാണെന്ന് വരെ നോക്കാം. RMS വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം അല്ലേ, റൂട്ട് ഓഫ് ദെൻ 1/t ഇൻ്റഗ്രൽ 0 to t I സ്ക്വയർ. അപ്പോൾ നമുക്ക് RMS നമുക്ക് എഴുതാം. RMS is equal to റൂട്ട് ഓഫ് ടോട്ടൽ ടൈം പീരീഡ് നമ്മൾ നോക്കണം, സിമ്മട്രിക്കൽ അല്ല. ഓക്കെ, ഒരൊറ്റ ഇതൊരു സൈക്കിളാണ്, അത് കഴിഞ്ഞാൽ വേറൊരു സൈക്കിൾ വരികയാണ്. അപ്പോൾ ടോട്ടൽ ടൈം 1/t. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ 0 to t. 0 to t എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ടുണ്ട്, 0 മുതൽ π വരെ ഉണ്ട്, π മുതൽ 2π വരെ. അപ്പോൾ π മുതൽ 2π വരെ നമുക്ക് എന്താണ്, 0 ആണ് വാല്യൂ വരുന്നത്. അത് നമുക്ക് എഴുതാം I സ്ക്വയർ. ഓക്കെ, കറണ്ടിൻ്റെ സ്ക്വയർ I സ്ക്വയർ. ദെൻ ω t ആണെന്നുണ്ടെങ്കിൽ ω ടിക്ക് പകരം തീറ്റ എന്നിട്ടു, ആംഗിൾ ആയതുകൊണ്ട് തീറ്റ എന്നിട്ടു, നമ്മൾ സിംപ്ലിസിറ്റിക്ക് ഡി തീറ്റ എന്നിട്ടു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. RMS ഇസ് ഈക്വൽ ടു 1/2π. അല്ലെങ്കിൽ ഞാൻ ഇവിടെ റൂട്ട് ഇങ്ങോട്ട് എടുത്തു, അപ്പോൾ നമുക്ക് ഇവിടെ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് RMS സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ 0 to t. ടൈം പീരീഡ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നു, 0 to π വരെയും π മുതൽ 2π വരെയും. അപ്പോൾ π മുതൽ 2π വരെ നമ്മൾ കറണ്ടിൻ്റെ വാല്യൂ എന്തായിരുന്നു, 0 ആണ്. അപ്പോൾ ആ ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ 0 മുതൽ π വരെ ഈ ഒരു ഹാഫ് സൈക്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. 0 to π മുതൽ 2π വരെ ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് അതുണ്ടായിരിക്കില്ല. ഓക്കെ, I സ്ക്വയർ ഡി തീറ്റ. ഇനി നമ്മൾ 1/2π 0 to π കറണ്ടിനെ നമുക്ക് എന്തെഴുതാം, Im സ്ക്വയർ സൈൻ തീറ്റ എന്ന് എഴുതി, സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ω t ഒഴിവാക്കി തീറ്റ എന്നിട്ടു, അതെങ്ങനെയായാലും നമുക്ക് പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ Im സ്ക്വയർ പുറത്തോട്ട് വന്നു /2π. ഓക്കെ, ദെൻ നമുക്ക് ആരൊക്കെ ഉണ്ട്, ഇൻ്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ എന്തെഴുതി, സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 - cos 2 തീറ്റ, അല്ലെങ്കിൽ 2 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 - cos 2 തീറ്റ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 - cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് Im സ്ക്വയർ ബൈ 2πൻ്റെ കൂടെ ഒരു 2ഉം കൂടി വന്നു, അപ്പോൾ നമുക്ക് 4π. ഓക്കെ, ഇൻ്റഗ്രൽ 0 to π സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ 1 - cos 2 തീറ്റ, ദെൻ ഇൻ്റഗ്രൽ ഡി തീറ്റ. അഗെയിൻ RMS സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ റൂട്ട് ഒഴിവാക്കി, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് Im സ്ക്വയർ ബൈ 4π. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. 1ന് വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ ചെയ്യുമ്പോൾ തീറ്റ മൈനസ് cos 2 തീറ്റ. അപ്പോൾ cos 2 തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ 2 ഡിനോമിനേറ്റർ ഇങ്ങോട്ട് വരും. ദെൻ ലിമിറ്റ് അഗൈൻ 0 to π. ഓക്കെ, അപ്പോൾ Im സ്ക്വയർ ബൈ
4 pi. Okay, then theta എന്ന് മാറി പൈ ആവും, അപ്പർ ലിമിറ്റ് കൊടുക്കുക, സൈൻ 2 pi മൈനസ് വാട്ട് വിൽ ഗെറ്റ് 0, തീറ്റയ്ക്ക് മാറി 0 ആയി, മൈനസ് സൈൻ 2 ഇൻറ്റു 0 സൈൻ 0. അപ്പോൾ നമുക്ക് IRMS സ്ക്വയർ ഇസ് ഈക്വൽ ടു IM സ്ക്വയർ ബൈ 4 pi ഇൻറ്റു പൈ. കാരണം സൈൻ 2 pi 0 ആണ്, ഇത് 0 ആണ്, സൈൻ 0 0 ആണ്, ഇൻറ്റു പൈ എന്ന് കിട്ടും. ഫ്രം ദാറ്റ് IRMS ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് IM സ്ക്വയർ പൈ ഡിവൈഡഡ് ബൈ 4 pi. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? IM പൈ ക്യാൻസൽ ആവും. IM സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ IM ബൈ 2. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് RMS വാല്യൂ IRMS ഇസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഇനി നമുക്ക് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണം. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെയായിരുന്നു നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? I average is equal to നമ്മുടെ ഈ ഇൻ്റർവെൽ തന്നെ 1/2 pi ഇൻ്റഗ്രൽ 0 to pi, സെയിം ഇൻ്റർവെൽ തന്നെ I d theta. ഓക്കെ, ദെൻ 1/2 pi ഇൻ്റഗ്രൽ 0 to pi, ഐക്ക് നമുക്ക് IM സൈൻ തീറ്റ d തീറ്റ എന്ന് കൊടുത്തു. ഓക്കെ, IM ബൈ 2 pi, ദെൻ സൈൻ തീറ്റനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ, ലിമിറ്റ് 0 മുതൽ പൈ വരെ. നമുക്ക് IM ബൈ 2 pi ഇൻറ്റു മൈനസ് കോസ് പൈ മൈനസ് കോസ് 0 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് I average is equal to മൈനസ് കോസ് പൈ. അപ്പോൾ കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്, അപ്പോൾ മൈനസ് ഓഫ് -1. അപ്പോൾ നമുക്ക് IM ബൈ 2 pi ഇൻറ്റു മൈനസ് ഓഫ് -1 1, ദെൻ മൈനസ് കോസ് 0 1, അപ്പോൾ മൈനസ് -1, ദെൻ അഗെയിൻ 1, അപ്പോൾ 2 IM ബൈ 2 pi, ദറ്റ് ഈസ് ഈക്വൽ ടു IM ബൈ പൈ. Now we have average value I average is equal to maximum value divided by pi. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ദെൻ പീക്ക് ഫാക്ടർ KF is equal to maximum value divided by RMS value. അപ്പോൾ IRMS നമുക്ക് മാക്സിമം RMS വാല്യൂൻ്റെ എക്സ്പ്രഷൻ അറിയാം, നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. IM ബൈ 2 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, മാക്സിമം ബൈ 2. അപ്പോൾ നമുക്ക് മാക്സിമം ക്യാൻസൽ ആവും, 1/1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പീക്ക് ഫാക്ടർ. ദെൻ ഫോം ഫാക്ടർ നെക്സ്റ്റ്, KP ആണ് പീക്ക് ഫാക്ടർ. ഫോം ഫാക്ടർ KF ഇസ് ഈക്വൽ ടു IRMS ഡിവൈഡഡ് ബൈ I ആവറേജ്. അപ്പോൾ നമുക്ക് IRMS എന്ന് പറയുമ്പോൾ IM ബൈ 2, അതേമാതിരി I ആവറേജ് എന്ന് പറയുമ്പോൾ IM ബൈ പൈ. നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1/2 ഡിവൈഡഡ് ബൈ 1/π. IM ക്യാൻസൽ ആവും, അപ്പോൾ പൈ ബൈ 2 ദാറ്റ് ഈസ് 1.57. ഇതാണ് എക്സ്പ്രഷൻ ഫോർ പീക്ക് ഫാക്ടർ, ആവറേജ് വാല്യൂ, RMS വാല്യൂ, പീക്ക് ഫാക്ടർ ആൻഡ് ഫോം ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് വേവ് ഫോം. ഓക്കെ, ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ് വേവ് ഫോം നോക്കാം. ദെൻ സ്ക്വയർ ട്രയാങ്കുലർ വേവ് ഫോം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ ഹാഫ് വേവ് റെക്ടിഫൈഡ് വേവ് ഫോമിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. നമുക്കൊരു ഹാഫ് വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വേവ് ഫോം തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു. ഇതാണ് 0 to T/2 എന്നവർ പറഞ്ഞിട്ടിരിക്കുന്നു. ദെൻ T മുതൽ അടുത്ത ഹാഫിൽ വേവ് ഫോം. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം ഹാഫ് വേവ് റെക്ടിഫൈഡ് ആണ്. മാക്സിമം വാല്യൂ 10 ആംപിയർ എന്ന് തന്നിരിക്കുന്നു, 10 ആംപിയർ. ഓക്കെ, ഡിഫൈൻ ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ആവറേജ് വാല്യൂവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദിസ് വാല്യൂ ഫോർ ദ വേവ് ഫോം ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ആവറേജ് വാല്യൂ
അതേപോലെ തന്നെ ആർ എം എസ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഫിഗറിൽ ആവറേജ് വാല്യൂ ആൻഡ് ആർ എം എസ് വാല്യൂ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അറിയാമെന്നുണ്ടെങ്കിൽ ഐ ആവറേജ് ഇസ് ഈക്വൽ ടു ഐ എം ബൈ പൈ ആണ് ഹാഫ് വേവ് റെക്ടിഫയറിന്. അപ്പോൾ ഐ എം അറിയാം നമുക്ക് 10 ആണ്, പൈ 3.14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3.183 യൂണിറ്റ് ആംപിയർ ആവറേജ് വാല്യൂ. ഇനി ഐ ആർ എം എസ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർ എം എസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഐ എം ബൈ 2 ആണ് ഹാഫ് വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വേവ് ഫോമിന്. അപ്പോൾ 10/2 ഇസ് ഈക്വൽ ടു 5 ആംപിയർ. ഇതിൽ നിന്ന് നമുക്ക് ഇനി കെ പി പീക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ അതേമാതിരി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 2 ആണ് അതിൻ്റെ വാല്യൂ. ദെൻ ഫോം ഫാക്ടർ കെ എഫ് ഇസ് ഈക്വൽ ടു 1.57. അത് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഇതിൻ്റെ ഒരു വേവ് ഫോം തന്നിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ ആർ എം എസ് വാല്യൂ. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ഡെറിവേഷൻ 10 മാർക്കിനൊക്കെ ചോദിക്കണമെന്ന് വെച്ചാൽ ആ ഡെറിവേഷനും കൂടി ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു 5 മാർക്കിന് 4 മാർക്കിനൊക്കെ 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ ഇക്വേഷൻ അറിയുന്നവർക്ക് ചെയ്യാം. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേവ് ഫോം ഞാൻ വരയ്ക്കാം. ഓക്കെ, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് 0 to π/4 വരെ നമുക്ക് വോൾട്ടേജ് ഇല്ല. വോൾട്ടേജ് 0 ആണ്, 0 to π/4. ദെൻ π/4 മുതലാണ് നമുക്ക് എന്ത് വരുന്നത്? ടി വരെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ. ദെൻ പൈ മുതൽ 2π വരെ വീണ്ടും 0 തന്നെയാണ്. ദെൻ 2π മുതൽ ഇത് അടുത്ത ഒരു T/4 9π/4 വരെയും നമുക്ക് 0 തന്നെയാണ്. അപ്പോൾ ഈ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താണ്? ഹാഫ് വേവ് റെക്ടിഫയർ തന്നെയാണ് അല്ലേ? പകുതിയാണുള്ളൂ, ഒരു ഹാഫ് സൈക്കിളിലുള്ളൂ. അതിലും കുറച്ച് നേരം നമുക്ക് 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ ആൻഡ് ആർ എം എസ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ വി ആവറേജ് നമുക്ക് എക്സ്പ്രഷൻ അറിയാം. നമ്മൾ 0 to പൈ എടുക്കുന്നതിന് പകരം π/4 മുതൽ പൈ വരെ എടുക്കുക. 0 to π/4 എടുത്താൽ എന്താണ്? കറണ്ടിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വാല്യൂ 0 ആണ്. വി എം സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ 1/2π π/4 മുതൽ പൈ വരെ. വി എം നമുക്കറിയാം 100 ആണ്, സൈൻ തീറ്റ ഡി തീറ്റ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 100 പുറത്ത് വരും, 100/2π. ഓക്കെ, ദെൻ സൈൻ തീറ്റയാണ് നമുക്ക് മൈനസ് കോസ് തീറ്റ ഇൻ്റർവെൽ ഫ്രോം π/4 മുതൽ പൈ വരെ. അപ്പോൾ 100/2π മൈനസ് കോസ് പൈ, ദെൻ മൈനസ് കോസ് പൈ അഗെയിൻ. അടുത്ത ലോവർ മൈനസ് π/4 ആണ് ഇവിടെ വരുന്ന കോസ് π/4. ഓക്കെ, അപ്പോൾ നമുക്ക് 100/2π മൈനസ് കോസ് പൈ എന്ന് പറയുമ്പോൾ നമുക്ക് 1 കോസ് പൈ -1 ആണ്. അപ്പോൾ -1 കിട്ടും. ദെൻ പ്ലസ് കോസ് π/4. കോസ് π/4ൻ്റെ വാല്യൂ കോസ് π/4ൻ്റെ വാല്യൂ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ് 45. അപ്പോൾ 1/√2 ആണ് വരിക. നമുക്ക് മൊത്തം സം ചെയ്ത് കിട്ടുമ്പോൾ ഏകദേശം ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 100/2π. ഓക്കെ, 1 + 1/√2 എന്ന് പറയുമ്പോൾ 1/√2ൻ്റെ വാല്യൂ 0.707. അപ്പോൾ 1.707 ഇൻറ്റു 100/2π, ദാറ്റ് ഈസ് 6.28. നമുക്ക് ഏകദേശം 27.17 വോൾട്ട് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വാല്യൂ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഈ വേവ് ഫോമിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ആർ എം എസ് വാല്യൂ. അപ്പോൾ വി ആർ എം എസ് സ്ക്വയർ നമ്മൾ ഇവിടെ ഇടുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം രണ്ടാമത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1/2π ഇൻ്റഗ്രൽ π/4 to π. ഇനി നമുക്ക് വി സ്ക്വയർ ചെയ്യണം, വി സ്ക്വയർ ടി തീറ്റ. അപ്പോൾ നമുക്ക് 1/2π ഇൻ്റഗ്രൽ π/4 to π വി എന്ന് പറയുമ്പോൾ വി എം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. വി എം സ്ക്വയർ എന്തായിരുന്നു? 100 ആയിരുന്നു. അപ്പോൾ 100/2π ഇൻ്റഗ്രൽ π/4 to π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റനെ നമുക്ക് എന്താക്കി മാറ്റാം? 1/cos2θ/2 എന്ന് എഴുതാം. അപ്പോൾ 100² 2π ഇൻറ്റു ഇൻ്റഗ്രൽ π/4 to π
1 minus cos 2 theta divided by 2 into d theta. അപ്പോൾ 2 അങ്ങോട്ട് വരുമ്പോൾ 100 സ്ക്വയർ ബൈ 4 പൈ ഇൻ്റഗ്രൽ പൈ ബൈ 4 ടു പൈ. 1ന് നമുക്ക് 1 മൈനസ് കോസ് 2 തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ് 100 സ്ക്വയർ ബൈ 4 പൈ. 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റ മൈനസ് കോസ് 2 തീറ്റയ്ക്ക് സൈൻ 2 തീറ്റ ബൈ 2 ഇൻ്റഗ്രൽ പൈ ബൈ 4 ടു പൈ. ഓക്കെ, 100 സ്ക്വയർ ബൈ 4 പൈ. തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പൈ മൈനസ് സൈൻ 2 പൈ ബൈ 2 അഗെയിൻ മൈനസ് തീറ്റ എന്നുള്ളടത്ത് അഗെയിൻ പൈ ബൈ 4 മൈനസ് സൈൻ 2 പൈ ബൈ 4 ബൈ 2 ഇങ്ങനെ വരും നമുക്ക്. അപ്പോൾ 100 സ്ക്വയർ ബൈ 4 പൈ പൈ മൈനസ് സൈൻ 2 പൈ എന്ന് പറയുമ്പോൾ 0 മൈനസ് പൈ ബൈ 4 ദെൻ സൈൻ 2 പൈ ബൈ 4 അപ്പോൾ മൈനസ് sin 2 pi by 4 that will be sin 90. sin 90 is equal to minus 1 minus minus അപ്പോൾ നമുക്ക് മൈനസ് ഓഫ് 1 by 2 ഇങ്ങനെ കിട്ടും. 100 സ്ക്വയർ ബൈ 4 പൈ പൈ മൈനസ് പൈ ബൈ 4 പൈ മൈനസ് പൈ ബൈ 4 പ്ലസ് 1 by 2. ഓക്കെ, അപ്പോൾ 100 സ്ക്വയർ നമുക്ക് ബൈ 4. അപ്പോൾ 100 സ്ക്വയർ 25 ഇൻറ്റു 100 2500 ഡിവൈഡഡ് ബൈ പൈ പൈ മൈനസ് പൈ ബൈ 4 നമുക്ക് 3 പൈ ബൈ 4 പ്ലസ് 1 ബൈ 2. ഇത് വി ആർ എം എസ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതണം? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഇതിൻ്റെ റൂട്ട് പൈക്ക് 3.14 ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 47.67 വോൾട്ട് എന്ന് കിട്ടും. വി ആർ എം എസ് ഇസ് ഈക്വൽ ടു ഇതൊക്കെ വി ആർ എം എസ് സ്ക്വയർ ആണ്. ലാസ്റ്റ് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കാൻ മറക്കരുത്. അതാണ് സാധാരണഗതിയിൽ ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഫുൾ വേവ് റെക്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ വേവ് ഫോം വരാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും അടുത്ത ഹാഫ് സൈക്കിളിലും രണ്ട് ഹാഫ് സൈക്കിളിലും നമുക്ക് എന്ത് കിട്ടി? സെയിം ഒരു വോൾട്ടേജ് വേവ് ഫോം അല്ലെങ്കിൽ കറണ്ട് വേവ് ഫോം കിട്ടി, വി എം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏവറേജ് വാല്യൂ വി ഏവറേജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഏവറേജ് വാല്യൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? നമുക്ക് രണ്ട് 0 to 2 പൈ വരെ ടോട്ടൽ ടി എന്ന് പറയുന്നത് 2 പൈ ആണ്. ഓക്കെ, അതിൽ രണ്ട് തവണ നമുക്ക് ഔട്ട്പുട്ട് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് പൾസ് വരുന്നുണ്ട് 0 to 2 പൈ വരെ 1 2. അപ്പോൾ നമ്മൾ 2 by 2 പൈ ദെൻ ഇൻ്റഗ്രൽ 0 to പൈ വരെ നമ്മളൊന്ന് എടുത്താൽ മതി. ഓക്കെ, ദെൻ അതിന് നമുക്ക് വി എമ്മിന് വി എം സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ 1 by പൈ 2 by 2 പൈന് നമുക്ക് എന്ത് എഴുതാം? 1 by പൈ വി എം പുറത്തേക്ക് വരും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to പൈ വി എം സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അപ്പോൾ നൗ വി ഹാവ് വി ആവറേജ് ഇസ് ഈക്വൽ ടു വി എം ബൈ പൈ ഇൻ്റഗ്രൽ 0 to പൈ സൈൻ തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ ഇൻ്റഗ്രൽ 0 to പൈ. That will be is equal to Vm by pi into minus of cos pi minus cos 0 minus of cos 0 again 2Vm by pi. Average value. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Vm by pi. ഓക്കെ, 2Vm by pi. സിമിലർലി ആർ എം എസ് വാല്യൂ നമുക്ക് ആർ എം എസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂ ആർ എം എസ് വാല്യൂ. അപ്പോൾ വി ആർ എം എസ് സ്ക്വയർ ഈക്വൽ ടു നമ്മൾ സ്ക്വയർ അവിടെ ഇട്ടു എന്ന് മാത്രം, നേരത്തെ എഴുതിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ 1 by പൈ ഇൻ്റഗ്രൽ 0 to പൈ. ഇവിടെ എഴുതുമ്പോൾ നമുക്ക് വി എം സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ വി എം ബൈ പൈ
ഇൻ്റഗ്രേറ്റ് 0 to പൈ സൈൻ സ്ക്വയർ തീറ്റനെ നമ്മൾ 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഡി തീറ്റ എന്ന് എഴുതണം. അത് കഴിഞ്ഞ് വി എം സ്ക്വയർ, ഇവിടെ വി എം സ്ക്വയർ ബൈ പൈ, അതിൻ്റെ കൂടെ ഒരു 2 കൂടി വന്നു. ദെൻ 1 മൈനസ് കോസ് തീറ്റ, അപ്പോൾ 1ന് തീറ്റ, കോസ് തീറ്റയ്ക്ക് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? 0 മുതൽ പൈ വരെ. വി എം സ്ക്വയർ ബൈ 2 പൈ ഇൻറ്റു തീറ്റയ്ക്ക് പൈ മൈനസ് സൈൻ 2 പൈ ബൈ 2 മൈനസ് 0 മൈനസ് സൈൻ 0 ബൈ 2. അപ്പോൾ ഈ ഒരു ടേം സൈൻ 2 പൈ 0 ആണ്, 0 ആണ്, 0 ആണ്. അപ്പോൾ നമുക്ക് വി ആർ എം എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വി എം സ്ക്വയർ ബൈ പൈ, അവിടുത്തെ ഒരു പൈ വരും, ഡിവൈഡഡ് ബൈ 2 പൈ. പൈ ക്യാൻസലായി പോകുമ്പോൾ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2. അപ്പോൾ 0.707 വി എം. നമ്മുടെ സാധാരണ എ സി വേവ് ഫോമിൻ്റെ അതേ ആർ എം എസ് വാല്യൂ തന്നെയാണ് എന്തിനാ ഫുൾ വേവ് എ സി റെക്ടിഫൈഡ് എ സി ഔട്ട്പുട്ടിന് വരുന്നത്. അപ്പോൾ വി ആവറേജ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടി? വി ആവറേജ് ഇസ് ഈക്വൽ ടു 2 വി എം ബൈ പൈ. വി ആവറേജ് ഇസ് ഈക്വൽ ടു 2 വി എം ബൈ പൈ. വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2. നമുക്ക് ഫോം ഫാക്ടർ കെ എഫ് ഇസ് ഈക്വൽ ടു ആർ എം എസ് ബൈ ആവറേജ്. ആർ എം എസ് ബൈ ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വി എം ബൈ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 വി എം ബൈ പൈ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 1.11 വി എം ക്യാൻസൽ ആവും, പൈ ബൈ റൂട്ട് 2 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. തന്നിട്ടുള്ള അതേ വേവ് ഫോം, നേരത്തെ നമ്മൾ വരച്ച അതേ വേവ് ഫോം തന്നു. ഇതാണ് 0, ഇത് പൈ, 2 പൈ, 3 പൈ. മാക്സിമം വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 വോൾട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വാല്യൂ നമുക്കറിയാം 2 വി എം ബൈ പൈ. ഓക്കെ, അപ്പോൾ 2 ബൈ പൈ ഇൻറ്റു വി എം 100, 200 ബൈ പൈ 63.66 വോൾട്ട്. അതേപോലെ ആർ എം എസ് വാല്യൂ വി ആർ എം എസ് നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വി എം ബൈ റൂട്ട് 2. വി എം ബൈ റൂട്ട് 2 എന്ന് പറയുമ്പോൾ 100 ബൈ റൂട്ട് 2, ദാറ്റ് ഈസ് 70.71 വോൾട്ട് കിട്ടും. സിമിലർലി ഫോം ഫാക്ടർ കെ എഫ് എന്ന് പറയുമ്പോൾ ആർ എം എസ് ബൈ ആവറേജ്. അപ്പോൾ നമുക്ക് ആർ എം എസ് 70.71 ഡിവൈഡഡ് ബൈ 63.66, അത് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1.11 എന്ന് കിട്ടും. അതേമാതിരി പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ വി എം ബൈ വി ആർ എം എസ്. അപ്പോൾ 100 ബൈ വി ആർ എം എസ് എന്ന് പറഞ്ഞാൽ 70.71 എത്രയാണെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഇതാണ് സാധാരണ സൈനുസോയിഡൽ വേവ് ഫോംസ് നമുക്ക് മാറി മാറി ചോദിക്കാറുള്ളത് ഈ ഒരു ടൈപ്സിൽ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സിൽ വരുന്നതുണ്ട്, ട്രയാങ്കുലർ, സ്ക്വയർ, എക്സിട്ര. അത് നമുക്ക് സ്ക്വയറും ട്രയാങ്കിളും വേറെ ഒരു സെക്ഷനിലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ.